മകൻ നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം മകൻ പിറന്ന മങ്ക സ്ത്രീകൾക്ക് നല്ലതാണ്, പക്ഷേ സ്ത്രീകൾക്ക് ദോഷകാലമാണ്. മതം പൊട്ടിയാൽ ആനയെ നമ്മൾ തളയ്ക്കും ഇല്ലേ, വെടിവെച്ച് കൊല്ലുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ ആരെയോ ആനയെ കുത്തിക്കൊന്നിട്ടുണ്ട്. നമസ്കാരം. കാക്കകളെക്കുറിച്ച് പറഞ്ഞു. കാക്കകളെക്കുറിച്ച് ദിവസം ആൾക്കാർ വിളിച്ച് പറയുന്നു. ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കുടുംബം എൻ്റെ മുമ്പിലേക്ക് വന്നു. ഞാൻ നടുങ്ങിപ്പോയി ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്നത് കേട്ട്. എന്തെന്നാൽ ഈ കഴിഞ്ഞ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പോ 2 ആഴ്ചയ്ക്ക് മുമ്പോ എവിടെ നിന്ന് ഒരു പുരുഷ ശബ്ദം, ഒരു പുരുഷൻ എന്നെ വിളിക്കുന്നു രാവിലെ. സ്വാമിക്ക് സമയമുണ്ടോ? ഞാൻ പറഞ്ഞാൽ ഉണ്ട്, പറയൂ, കാര്യം മാത്രം പറയൂ, എനിക്ക് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് അങ്ങോട്ട് ചോദിച്ചു അത്രേ, തിരക്കില്ലെങ്കിൽ നിങ്ങൾ രാത്രി ഒന്ന് വിളിക്കൂ എന്നെ. എത്ര മണിക്ക്? 9 മണിക്ക്. ഞാൻ ചിലരോട് അങ്ങനെ പറയും, ചിലപ്പോൾ എനിക്ക് എടുക്കാൻ സാധിക്കത്തില്ല. 2 കാര്യമാണ്. ഒന്ന്, ഞാനും ടീച്ചറും ചിലപ്പോൾ മുകളിലത്തെ നിലയിലായിരിക്കും. ഞങ്ങൾ അല്ല എന്നും സിനിമ കാണാൻ പോകും, ഏതെങ്കിലും ഒരു സിനിമ കാണാൻ പോകും. ഇപ്പോൾ എഴുതുന്ന സമയമായിട്ട് കുറച്ച് നേരം രാവിലെ ഇരുന്ന് എഴുതും. ആരും ഇല്ലല്ലോ, ഞാനും ടീച്ചറും മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ പൂച്ചകളുണ്ട്. അതിപ്പം പൂച്ചകളുടെ പ്രശ്നമായതുകൊണ്ട് പിന്നെ എല്ലാത്തിനെയും വെളിയിലാക്കിയേക്കാണ്. കാരണം ടീച്ചറിന് ഈ അലർജി പ്രശ്നം വരും. ഒരു പൂച്ചയാണെങ്കിൽ ടീച്ചറിൻ്റെ മടിയിലേ കിടക്കുകയുള്ളൂ. അതുകൊണ്ട് അത് ഹോമിയോ മരുന്ന് നമ്മുടെ മേനംകുളത്തുള്ള പിന്നെ അനിൽ ഡോക്ടറെയും ജ്യോതിയും പോയി കണ്ടിട്ട് മരുന്ന് പിന്നെ ഹോമിയോ മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ ഓരോ സമയം ഈ മരുന്ന്, ആ മരുന്ന്, ഈ മരുന്ന്, ഇന്ന സമയം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നക്കി തൊട്ട് വെച്ചുകൊണ്ടിരിക്കുക. എന്നെപ്പോലുള്ളവർക്ക് ഹോമിയോ മരുന്ന് ശരിയാവില്ല. കാരണം നമുക്ക് ഈ പ്രമേഹമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ മറ്റേ ഇൻസുലിനൊക്കെ കുത്തിവെച്ച് വേറൊരവസ്ഥയിലായിപ്പോയി. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഹോമിയോ മരുന്ന് പിടിക്കും, സുദർശന ക്രിയയും യോഗയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ ഈ 60 വയസ്സായപ്പോൾ അത്തരം പരിപാടികളൊക്കെ നിർത്തി. ഇനിയൊക്കെ ദൈവത്തിന് വിട്ടുകൊടുത്ത്, ദൈവം എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവത്തിന് വേണമെങ്കിൽ എന്നെ കൂടെ മുമ്പിലോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ പറയുന്നത്. ഈശ്വരന് വേണമെങ്കിൽ ഈശ്വരൻ ദശലക്ഷക്കണക്കിന് മനുഷ്യരെയും മൃഗങ്ങളെയും പ്രകൃതിയും ഓമനിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്നെ കൂടെ ഓമനിച്ചോട്ടെ എന്ന് ഞാൻ ടീച്ചറിൻ്റെ തമാശയായിട്ട് പറയും. അതങ്ങനെയാണ് അല്ലേ? നമുക്കിങ്ങനെയൊക്കെ അഹങ്കാരമാണ് പറയുമ്പോഴത്തേക്കല്ലേ ഈശ്വരന് വേണം. ഈശ്വരൻ എന്തിനാണ് നമ്മളെ? പക്ഷേ നമുക്ക് ഈശ്വരനെ വേണമെന്ന് തോന്നുന്നത് എപ്പോഴാണ്? നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമായി കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമ്പോഴാണ്. നമുക്കറിയാത്ത, നമ്മൾ തിരിച്ചറിയാത്ത ഒരുപാട് സത്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഒരു സത്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കുന്നു, ഒരാൾ. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു 9 മണിക്ക് വിളിക്കാൻ. 9 മണിക്ക് അദ്ദേഹം എന്നെ വിളിക്കുന്നു. അതോ 9:30 മണി കഴിഞ്ഞിട്ടാണോ വിളിക്കുന്നു? അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞത്രേ, ഇത് അദ്ദേഹം ഇന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, താങ്കളുടെ വീട്ടിൽ കാക്കയുടെ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാക്കയാണ് സ്വാമി പ്രശ്നം. എന്നാൽ കാക്കയുടെ പ്രശ്നം എന്താണെന്ന് എന്നോട് പറയണ്ട. എല്ലാ ഗ്രഹങ്ങളും പിഴച്ചു, എല്ലാ ഗ്രഹങ്ങളും ബന്ധിച്ചു എന്ന് പറഞ്ഞത്രേ. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും കൂടെ എന്നെ കാണാൻ വന്നു. നല്ലൊരു മനുഷ്യൻ, നല്ലൊരു ഭാര്യ, മകൻ, എല്ലാവരും ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഭക്ഷണം വെച്ചു, മുറിപ്പാലത്തിൽ മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിലാണ്. ഞാൻ പ്രശ്നം നോക്കിയിട്ട് പറഞ്ഞു, കണ്ണേക്ഷിയാണല്ലോ, കാക്കകൾ കൂട്ടത്തോടെ കരയുന്ന ശബ്ദമാണ് ചെവിയിൽ. കരച്ചിലെന്ന് പറഞ്ഞാൽ അതിഭീകരമായ കരച്ചിലാണ്, അതിഭീകരമായ കരച്ചിൽ. നമുക്ക് അസ്വസ്ഥത തോന്നുമ്പോൾ അപ്പം ഞാനിത് മുമ്പിലിരിക്കുന്നവരോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ചോദിച്ചു, കാക്കയുടെ വിഷയമുണ്ടോ സ്വാമി എന്ന് പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞത് ഞാൻ അവരോട് അങ്ങോട്ട് പറയാം. ആ പറഞ്ഞതിന് ശേഷമുള്ള കഥ ഞാൻ കണ്ടെത്തിയതും നമ്മളോട് പറയാം, എൻ്റെ DNA പ്രേക്ഷകരോട്. ഇത് കെട്ടുകഥയല്ല, ഞാൻ ഒരു കെട്ടുകഥകൾ ഇവിടെ പറയാറില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ആദ്യത്തെ ഒരു വീട് വെച്ചു. ആ വീട്ടിൽ താമസിക്കുമ്പോൾ കാക്കകൾ വന്ന് ജന്നാലകളിൽ കൊത്തി കാക്കകളുടെ ചുണ്ടും ശരീരവും മുറിഞ്ഞ് ചോര ഇങ്ങനെ വാർന്നൊലിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ആലോചിക്കൂ. കാക്ക വന്ന് ചിലപ്പോൾ കൊത്തിയിട്ടങ്ങ് പോവും. ഇതങ്ങനല്ല, കൂട്ടത്തോടെ കാക്കകൾ വരിക. ചില കാക്കകൾ കണ്ണാടിയിലും ഭൂമുഖത്തുമൊക്കെ കൊത്തി കാക്കയുടെ വായിൽ നിന്ന് ചോര ഇങ്ങനെ വരിക. അങ്ങനെ നിവർത്തിയില്ലാതെ അവരാ വീട് വിട്ടിട്ട് മറ്റൊരിടത്ത് പോയി. അവിടെയും ഇത് തന്നെയാണ് പ്രശ്നം, അതിഭീകരമായ പ്രശ്നം. കാക്കകളെ കൊണ്ട് പൊറുതിമുട്ടി. പിന്നെ എന്നോട് അദ്ദേഹം പറഞ്ഞത്, അപ്പോൾ സ്വാമി എന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ സ്വാമി എന്നോട് പറഞ്ഞു, കാക്കകളുടെ പ്രശ്നമുണ്ടോ എന്ന്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല സ്വാമി, എൻ്റെ ബിസിനസ്സും എൻ്റെ കാര്യങ്ങളും എല്ലാം തകർന്ന് ഈ കാക്കകൾ കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അദ്ദേഹത്തിന്. പാവപ്പെട്ട ഒരു സാധു മനുഷ്യൻ, നന്നായിട്ട് ബിസിനസ് ചെയ്തിരുന്ന മനുഷ്യൻ, ആരെയും ദ്രോഹിക്കാത്തൊരു മനുഷ്യൻ,
കാക്കയുടെ പ്രശ്നമാണെന്ന് പുള്ളി പറഞ്ഞു. ലക്ഷക്കണക്കിന് പൂജകൾ ചെയ്തു. ഞാനിവിടെയുള്ള പൂജ നടത്തുന്നവരോടൊന്ന് പറയുകയാണ്, നിങ്ങൾ പൂജകളൊക്കെ ചെയ്തോളൂ, നിങ്ങൾ പൂജകളൊക്കെ ചെയ്തോളൂ, പൂജ പഠിച്ചവർക്ക് പൂജകളൊക്കെ ചെയ്യാം. പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തണ്ടേ? യഥാർത്ഥത്തിലുള്ള കാരണം കണ്ടെത്തിയതിന് ശേഷം മാത്രം അതിന് പരിഹാരമുണ്ടെങ്കിൽ ചെയ്യൂ. കാരണം പണമുള്ളവരല്ലല്ലോ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഗതികേടുള്ളവർ, ഒരാളെപ്പോഴാണ് ഒരു സ്വാമിയെയും ഒരു പണിക്കരെയും ഒക്കെ അന്വേഷിച്ച് വരുന്നത്? അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയത്താണ് നമ്മളെയൊക്കെ അന്വേഷിക്കുക, അല്ലേ? ലോട്ടറി അടിച്ചവർ, സ്വാമി എനിക്ക് ലോട്ടറി അടിച്ചു, എനിക്കൊരു പൂജ തരൂ, ഒരിക്കലും വരില്ല. എനിക്ക് കുറച്ച് ദാനം ചെയ്യണം സ്വാമി, വരില്ല. ജീവിതത്തിൻ്റെ ആ പണം മുഴുവൻ നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ ഒരടി മുമ്പിലോട്ട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ മാത്രമാണ് അവരൊരു ഇത്തരം ജ്യോതിഷ പണ്ഡിതന്മാരെയും സ്വാമിമാരെയും അന്വേഷിക്കും. ആരെങ്കിലുമൊക്കെ ഉണ്ടോ, ഇതിന് പരിഹാരം എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ അടുത്ത കാലത്തൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചയാൾ പറഞ്ഞതാണ്, ഞാൻ ഞെട്ടിപ്പോയി. ഈ യൂട്യൂബിലൊക്കെ എപ്പോഴും വരുന്ന ഒരു മാന്ത്രിക കുലമാണ്. പുള്ളിയിൽ നിന്ന് ലോട്ടറി അടിക്കാൻ നിങ്ങൾക്ക് ഞാനൊരു പരിഹാരം ചെയ്തു തരാം, ലോട്ടറി അടിക്കാൻ എന്ന് പറഞ്ഞ് ഭാരിച്ച തുക മേടിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞ് പണം മേടിക്കുന്നത്? പുള്ളി ആ തറവാടിൻ്റെ പേരെന്നോട് പറഞ്ഞു കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. യൂട്യൂബിൽ നിരന്തരം വരുന്നതാണ്. അപ്പം പോട്ട് സ്വാമി, ഞാൻ എന്തായാലും എനിക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളും പ്രയാസങ്ങളും മനോദുഃഖങ്ങളും ഒക്കെ ഉണ്ടായി, ഇനി ഞാൻ അതിൻ്റെ പുറകെ പോകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഫോൺ എടുക്കൂല. ചൂഷണം. ഇപ്പം ഞാനിപ്പോൾ തിരുവനന്തപുരത്ത്, ഞാൻ പറയാം, എന്നെ വിളിക്കുമ്പോൾ ഞാൻ നമ്പർ കൊടുക്കും. ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കും. താഴെ ആര് വിളിച്ചാലും ഫോൺ എടുക്കും. ഞാനില്ല. അപ്പോൾ ചിലർ പറയും സ്വാമി ഫോൺ എടുക്കില്ല വിളിച്ചാലെന്ന്. ഇപ്പം നിങ്ങൾ വിളിക്കുമെന്ന് വിചാരിച്ച് അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ആൾക്കാർ ഫോൺ വിളിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഫോൺ ഇരിക്കുന്നിടത്ത് വിളിച്ചാലെടുക്കും. എൻ്റെ മൊബൈൽ വിളിച്ചാൽ ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും. പിന്നെ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 10, 70, 80 കോൾ വരും. അപ്പോൾ എല്ലാവരെയും വിളിക്കാനുള്ള അവസ്ഥ എനിക്കില്ല. എൻ്റെ പ്രായം കൊണ്ടും എൻ്റെ ഈ ചെവി മുഴുവൻ കണ്ണയക്ഷിക്ക് വിട്ടുകൊടുത്തിട്ട് ഒരു ചെവി കൊണ്ട് ജീവിക്കുന്നു. ഒരേ വഴി പോയി ചെവി ചൂടാവും. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. എന്നാലും എടുക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ എടുക്കും. എന്നിട്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യന് ജീവിക്കാൻ നിവർത്തിയില്ലാതെ ഇവിടം വിട്ടുപോയി. എൻ്റെ മുമ്പിൽ തകർന്നിരുന്ന ആ മനുഷ്യൻ, കണ്ണ് നിറഞ്ഞിരുന്ന മനുഷ്യൻ, സ്വാമി ഇനി വേറെ ഒരു മാർഗവുമില്ല, ഞങ്ങൾ ഇവിടം വരെ വരാൻ തന്നെ ബുദ്ധിമുട്ടി, സ്വാമി ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണം. സ്വാമി എൻ്റെ അടുത്ത് ചോദിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ പുറകിലിരിപ്പുണ്ട്, ഒരു മകനിരിപ്പുണ്ട്. ഇത് ചോദിച്ചത് കൊണ്ട് ഞങ്ങൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നതാണ്. എനിക്ക് ആ ചോദിച്ചതിനെക്കുറിച്ച്, ഇല്ലെങ്കിൽ ഞാൻ അവരോട് ഇത് പറഞ്ഞതിനെക്കുറിച്ച് എനിക്കൊരു ബോധ്യവുമില്ല. ഞാൻ ചിലരോട് അങ്ങനെയൊക്കെ പറയും. ഒരാളെടുത്ത് ചോദിച്ച പോലെ, ഈ ആനയെ കൊന്നത് ആരാണ് എന്ന് ചോദിച്ചു. ആനയെ കൊന്നത്, ആന മതം പൊട്ടിയാൽ ആനയെ നമ്മൾ തളയ്ക്കും, അല്ലേ? വെടിവെച്ച് കൊല്ലുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ ആരെയോ ആനയെ കുത്തിക്കൊന്നിട്ടുണ്ട്, അല്ലേ? ആ ആനയുടെ ദോഷം നിങ്ങളുടെ കുടുംബത്തിലുണ്ടെന്ന് പറഞ്ഞ് പരിഹാരം ചെയ്തു. അദ്ദേഹം മരിച്ചുപോയി, നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ ആനയെ കുത്തി, ദേഷ്യം വന്നപ്പോൾ ആന ചത്തുപോയി. അത് പുനർജനിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട്. ഇപ്പം നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ എൻ്റെ ചിന്താധാരയിലേക്ക് അപ്പോൾ വരുന്നതിനെക്കുറിച്ച് ഞാൻ അങ്ങ് സംസാരിക്കും. അതിൻ്റെ തെറ്റും ശരികളെക്കുറിച്ചൊന്നും ഞാൻ നോക്കാനും നിൽക്കത്തില്ല, അന്വേഷിക്കാനും നിൽക്കത്തില്ല. ചോദിക്കും, ഇല്ല എന്ന് പറഞ്ഞാൽ ശരി വിടും. ചിലപ്പോൾ അതെൻ്റെ അജ്ഞതക്കുറവ് കൊണ്ടാണോ, അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആളിൻ്റെ അജ്ഞതക്കുറവ് കൊണ്ടാണോ, ചില നക്ഷത്രങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെയാണോ? അപ്പോൾ ഇദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഭാര്യ പുറകിലിരിക്കാതെ. ഞാൻ പറഞ്ഞു, ഭാര്യ അങ്ങ് മുമ്പിൽ വരാൻ പറഞ്ഞിട്ട് ഞാൻ നാടി ഇങ്ങനെ പിടിച്ചിട്ട്, അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ 2 വിവാഹം കഴിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. 2 വിവാഹം കഴിച്ച ഒരാൾ അപമൃത്യു സംഭവിച്ച ഒരാളുണ്ടോ? അപമൃത്യു സംഭവിച്ച ഒരു സ്ത്രീ ഉണ്ടോ? ഉണ്ട്. ഇപ്പോൾ ഈ തലമുറയിൽ ബുദ്ധിക്ക് മാന്ദ്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞു, അവിടെ പോയി ഇരുന്നോളാൻ. ഇന്ന് മുറിപ്പാലത്തടി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ നടന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താ സംഭവം എന്ന് നോക്കിയോ? അതിഭീകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ എത്ര നിങ്ങളോട് ഇത് വിസ്തരിച്ചു പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. എന്തെന്നാൽ ഈ വന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ നല്ല സ്ത്രീയാണ്. ഈ ഭാര്യയുടെ കുടുംബത്തിൽ അതിൽ ഒന്ന് മാത്രം എനിക്കിപ്പോഴും മനസ്സിലാക്കണം. മലയിറങ്ങി വന്ന ഒരു പെണ്ണായിട്ടാണ് ആ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. പക്ഷേ അവരുടെ കുടുംബം പറയുന്ന ജലാശയമുള്ള സ്ഥലത്താണ്. ആ മലയിറങ്ങി വന്ന പെൺകുട്ടി ആ കാരണം അവർ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് ഈ പെൺകുട്ടി ഗർഭിണിയാകുന്നു. ആ സമയത്ത് ഈ സ്ത്രീ
ആ ഗർഭിണിയാകുന്ന സ്ത്രീ അതിൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കും. അതിൻ്റെ 11-12 വയസ്സ് കാലം മുതൽ തന്നെ കാക്കകൾക്ക് അത് എള്ളും ചോറും കൊടുക്കും. ഇല്ലെങ്കിൽ എള്ളില്ലെങ്കിൽ പോലും ചോറ് കൊടുക്കുന്ന ഒരു ശീലം അതിൻ്റെ അമ്മുമ്മയിൽ നിന്ന് അത് പഠിച്ചതാണ്. അതിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോഴോ ഈ കുടുംബത്തിലും അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഗർഭിണിയായപ്പോഴും പ്രസവിക്കുന്നതിന് മുമ്പ് വരെ പ്രസവം അടുക്കും തോറും തന്നെ അവർ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്ന പതിവ് തുടർന്നുകൊണ്ടിരിക്കും. ധാരാളം കാക്കകളും വരും. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ കേട്ടത് ഈ പെൺകുട്ടി മരണപ്പെട്ടു എന്നുള്ളതാണ്. എങ്ങനെ മരണപ്പെട്ടു, അത് അപമൃത്യുവാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ മരണപ്പെട്ടു. ഞാനതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചോദിച്ച് അവരെന്നോട് പറഞ്ഞു. കാരണം ഈ പെൺകുട്ടി ഗർഭത്തോടു കൂടി മരിക്കുകയും അതിൻ്റെ വയറ് കീറി കൊച്ചിനെ എടുക്കാൻ ശ്രമിക്കുകയും പറ്റാതെ വന്നപ്പോൾ അതിനെ മണ്ണിട്ട് മൂടുകയും ചെയ്തു. ആ കുട്ടിയാണ് ബുദ്ധിക്ക് മാന്ദ്യം സംഭവിച്ച് ഇപ്പോൾ ഇവരുടെ സഹോദരനായിട്ട് ജനിച്ചിരിക്കുന്നത്. പക്ഷെ ആ കാക്കകൾ എന്നാലിക്കൂ, കാക്കയ്ക്ക് ആ അപമൃത്യു സംഭവിച്ച പ്രേതാത്മാവിൻ്റെ ശക്തി എന്നാലിക്കൂ, ആ ശക്തിയിൽ കാക്കകളെ കുടുംബം ഇവരെ നിരന്തരം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ മാത്രം വേട്ടയാടുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് അതിൻ്റെ ഒരു വലിയ സത്യമുണ്ടായിരിക്കുന്നത്. ഞാൻ അതിൻ്റെ രഹസ്യം ഞാൻ പറയുന്നില്ല, അത് പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വകുപ്പ് എന്ന് പറഞ്ഞാൽ ധൂമാവതി ദേവിയുണ്ട്. ധൂമാവതി എന്ന് പറയുന്നത് കാക്ക രഥം വലിക്കുന്ന യാചകഭാവമുള്ള മുറവുമായിട്ടിരിക്കുന്ന ഒരു ദേവിയാണ്. രഥം വലിക്കുന്ന കാക്കയാണ്. ധൂമാവതി ദേവിയുടെ ഒരു പരിഹാരക്രിയയുണ്ട്. അതിപ്പോൾ സമ്പത്തൊന്നും ഇല്ലാത്തവർക്ക്, ദയനീയമായ അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. അതൊരു കഠിനമായ ഒരു താന്ത്രിക കർമ്മമാണ്. ആ ദേവിയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവർക്കിതിനൊരു പരിഹാരമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഏതോ കാരണവന്മാർ കാക്കകളെ സ്നേഹിച്ച ഒരു പെൺകുട്ടിയും കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തിരുന്ന പെൺകുട്ടിയും ആ പെൺകുട്ടി അപമൃത്യു സംഭവിക്കുകയും ആ പെൺകുട്ടിയുടെ ഉദരത്തിൽ കിടന്ന കുട്ടിയെ അതിൻ്റെ വയർ കീറിയെടുത്ത അന്നത്തെ കാലമാണ്. അപ്പൂപ്പൻ്റെ അപ്പൂപ്പനോ കൊണ്ടാണ് അതിനെ വയർ കീറിയെടുത്ത് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അത് സാധിക്കാതെ വന്ന് ആ കീറിയ വയറോടുകൂടി തന്നെ മണ്ണിലിട്ട് മൂടിക്കഴിഞ്ഞു. അപ്പോൾ ആ കാക്കകൾ അതിന് സാക്ഷിയായി. ആ കാക്കകൾ വീണ്ടും വന്നു. ആ കാക്കകൾ ആ വീടിൻ്റെ പരിസരത്ത് ഇവരെവിടെയൊക്കെ പോയാലും അപ്പോൾ എന്താണ് എന്തിനാണ് ഇവരെ പിന്തുടരുന്നത് എന്നുള്ള ഒരു സത്യം മാത്രം ഞാൻ മൂടി വയ്ക്കുകയാണ്. അതെനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് പ്രകൃതിയുടെ ജീവജാലങ്ങൾ ഇതിന് പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ധൂമാവതി ദേവിയുടെ പരിഹാരക്രിയയുണ്ട്. വളരെ കടുത്ത ഹോമമാണ്. ആ ദേവിയെ പ്രീതിപ്പെടുത്തുക. കാക്ക ശനീശ്വര ക്ഷേത്രങ്ങളിൽ പോയി ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇതിൽ നിന്ന് കരകയറി വരാനായിട്ടുള്ള. ചെറിയ പരിഹാരങ്ങളേ ഉള്ളൂ. ചെറിയ പരിഹാരങ്ങൾ കൊണ്ടൊന്നും നിൽക്കത്തില്ല. ഉള്ളൂ എന്നല്ല, ചെറിയ പരിഹാരങ്ങൾ ഇതിൻ്റെ നിൽക്കത്തില്ല. കാരണം കാക്കകളുടെ പക എന്ന് പറയുന്നത് കാക്കണ്ടില്ലേ, കാക്ക കൊത്തി കാക്കയുടെ നാവിൽ നിന്ന് ചുണ്ടിൽ നിന്ന് ചോര വാർന്നൊലിക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഇതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് സ്വാമി അത് ഞങ്ങളെ മാത്രം ഇങ്ങനെ പിന്തുടരുന്നു എന്ന് പറയുന്ന ചോദ്യത്തിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ സ്വാമി ജന്മത്തിലെന്ന് ചോദിച്ചാൽ ആ ജന്മവുമായിട്ട് ബന്ധമുള്ള ഒരാൾ ഇവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു സത്യമുണ്ട്. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഏതാണ്? ഒരാളെ തല്ലാതിരിക്കുക, കാരണം അവന് വേദനിക്കും, തല്ലാൻ പറഞ്ഞിട്ടില്ല. കൊല്ലാതിരിക്കുക, ചതിക്കാതിരിക്കുക, വഞ്ചിക്കാതിരിക്കുക, അന്യൻ്റെ സ്വത്ത് കൈപ്പടയിലാക്കാൻ ശ്രമിക്കാതിരിക്കുക. ഇതെല്ലാം ചില പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ജന്മജന്മാന്തരങ്ങൾ നമ്മളിത് അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളൂ. ചെയ്തു പോയ തെറ്റിന് നമ്മൾ ആ കുടുംബത്തെ തന്നെ പുനർജന്മം എടുത്ത് വരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിലെ മൂലസ്ഥാനമായ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എനിക്ക് DNA പരീക്ഷ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആ മനുഷ്യൻ എൻ്റെ മുമ്പിൽ തേങ്ങി കരയുന്ന കണ്ണ് നിറഞ്ഞ് കരഞ്ഞു കണ്ടപ്പോൾ ഞാൻ തന്നെ തകർന്നു പോയി. ശരിക്കും പറഞ്ഞാൽ കഷ്ടമാണ്. എന്ത് പരിഹാരം? അന്നം കഴിക്കാൻ ഉള്ള പണം അല്ലേ, 3 പേർക്ക് ജീവിക്കാനുള്ള പണം ഉണ്ടാക്കുമോ? അതോ പൂർവികർ ചെയ്തു പോയ, നമ്മൾ ആ കുടുംബത്തിൽ ചെന്ന് ചേർന്നു പോയ
ആ കർമ്മങ്ങൾക്ക് പരിഹാരം, ദുഷ്കർമ്മങ്ങൾക്ക് പരിഹാരം ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുമോ? അപ്പോൾ പലതിനും പരിഹാരങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ അറിയാതെ പോലും ഇത്തരം കർമ്മങ്ങളിൽ പോയി ചേരാതിരിക്കുക. ഒരാളൊരു പശുവിനെ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഒരാൾ ഈ അടുത്ത കാലത്ത് ഒരാൾ വന്നതാണ്. അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ ഈ 2-3-4 ദിവസമായിട്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടല്ലോ. ഒരാളൊരു പശുവിനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പശു കുമ്പ് കൊണ്ട് ഈ പശുവിനെ തേച്ച് കുളിപ്പിച്ചിട്ട് ഇയാളൊന്നും മുങ്ങി എങ്ങാണ്ട് എഴുന്നേറ്റപ്പോൾ പശുവിനെ കൊതു കുത്തുകയോ എന്തോ ചെയ്തു, അല്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടായി. അപ്പോൾ അത് പശു കൊമ്പ് കൊണ്ട് ഉയർന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊരു മുറിവുണ്ടായി. ദേഷ്യം വന്ന ഇദ്ദേഹം കൈമുട്ടുകൾ, നല്ല കായികാഭ്യാസമാണ്, കൈമുട്ടുകൾ ഇടുക്കി അതിൻ്റെ തിരുനെറ്റിയിൽ, നമ്മുടെ മനുഷ്യൻ്റെ തിരുനെറ്റി എന്ന് പറയുമല്ലോ, ആ തിരുനെറ്റിയിൽ ഇടിച്ച പോലെ കൈമുറുക്കി ആ കൊണ്ട വേദനയിൽ ഇതിൻ്റെ കൊമ്പ്, യഥാർത്ഥത്തിൽ ആ പശു നിരപരാധിയാണ്. പശു ഇതൊന്നും അറിഞ്ഞില്ല. പശു ഈ വെള്ളത്തിൽ നിൽക്കുന്ന പശുവിനെ എന്തോ അസ്വസ്ഥത വന്നപ്പോൾ അത് കൊമ്പ് കൊണ്ട് ഇങ്ങനെ കുലുക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൊണ്ടു. ആ ഉണ്ടാക്കിയ മുറിവ് ഇദ്ദേഹത്തിന് കോപമുണ്ടായി. ഇദ്ദേഹം കൈമുട്ടുകൾ കൊണ്ട് അതിൻ്റെ തിരുനെറ്റിയിൽ ഇടിച്ചു. അത് വെള്ളത്തിൽ തന്നെ ഒഴുകി വീട് ചത്തു. വീട് പോയി, ജീവൻ പോയി. ആലോചിച്ച് നോക്കൂ. അതിനെ വെള്ളത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നു. ഇദ്ദേഹം ഇത് ആരോടും പറയാൻ നിന്നില്ല. പശു ചത്തു എന്നുള്ളത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പശുവിനെ അടക്കം ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച, അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന നിരവധി പശുക്കൾ ഉണ്ടായിരുന്ന കറക്കുന്ന ആളായിരുന്നു. എല്ലാ പശുക്കളും ഓരോ ദിവസമായിട്ട് ചത്തുമലർന്നു. ഒരു അസുഖമില്ല, വരും, തളർന്നു വീഴും. പാല് കൊടുക്കാം, പാല് കറന്ന് മാറ്റിവെക്കും, തളർന്നു വീഴും. 20-21 പശുക്കൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നശിച്ചു. ഇതിനേക്കാൾ പുറമെ പിന്നുണ്ടായ മറ്റൊരു ദുരന്തം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് 3 പെൺമക്കളാണ്. ആദ്യം കെട്ടിച്ചയച്ച പെൺകുട്ടിക്ക് തലവേദന കൊണ്ടിരിക്കാൻ വയ്യ. തലവേദന സഹിക്കാൻ വയ്യാതെ ആ കുട്ടി ആത്മഹത്യ ചെയ്തു. മരുന്നില്ല. രണ്ടാമത്തെ പെൺകുട്ടിക്ക് ജനിച്ച കുട്ടിയുടെ നെറ്റിയിൽ അവിടെ ഒരു മുഴ. മൂന്നാമത്തെ പെൺകുട്ടിയുടെ ബന്ധം വേർപെട്ടു. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഒരു പശുവിൻ്റെ ശാപമെന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് ഭ്രാന്താണെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ. പശുവിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ദൈവികമായ അനുഗ്രഹമുള്ള ഒരു മൃഗമാണ്. അത് ഒരു തെറ്റും ചെയ്തില്ല. അതിൻ്റെ ശരീരത്തിൽ വന്ന ഒരു ആഘാതമേറ്റപ്പോൾ അത് കൊമ്പ് കുലുക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊന്ന് കൊണ്ടു എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ മർമ്മത്തിൽ ഇടിച്ചതിനെ കൊന്നതിൻ്റെ ശിക്ഷ കൊണ്ട് ഈ കുലം മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ അവസാന കാലം ഭ്രാന്ത് പിടിച്ച് ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. ഭ്രാന്ത് പിടിച്ച് ഈ അടുത്ത കാലത്ത് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും അദ്ദേഹം പറയുന്ന പശുവിൻ്റെ കിളിക്കുന്ന എൻ്റെ അടുത്ത് വരുമ്പോൾ ഭ്രാന്തൊക്കെ മാറി. കുറേ നേരം ഇരുട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ മക്കളാണ് നോക്കിയതൊക്കെ. കാരണം താങ്ങാൻ പറ്റാത്ത ദുഃഖവും പരിഹാരവും ഇല്ലാതെ അങ്ങനെയുള്ള ഒടുവിൽ വരുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് പരിഹാരങ്ങളൊക്കെ ചെയ്തു. മരുമക്കളൊക്കെ നല്ലതായിരുന്നു. അതിൻ്റെയൊക്കെ ഒരുപാട് പരിഹാരങ്ങളൊക്കെ ചെയ്തു. പശുക്കുട്ടികളെ വളരെ കാളക്കുട്ടിയെ വളർത്തി. ഞാൻ പറഞ്ഞു, ഒരു കാളക്കുട്ടിയെ മേടിച്ച് ശിവക്ഷേത്രത്തിൽ കൊടുക്കണം. അങ്ങനെ ഒരുപാട് പരിഹാരക്രിയകളൊക്കെ ചെയ്തിപ്പം ഒന്നും ഭേദപ്പെട്ട് വരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പോഴും ഇങ്ങനെ വെറുതെ ഇരുന്ന് പഴയ തൊഴുത്തിലേക്ക് നോക്കിയിരുന്ന് ഇങ്ങനെ കരയും. തൊഴുത്തിലോട്ട് നോക്കിയിരുന്ന് കരയും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ നിമിഷം തോന്നിയ ഒരു കോപത്താൽ, ആ നിമിഷം കൊണ്ട് തോന്നിയ ഒരു കോപത്താൽ ചെയ്തു പോയതാണ്. അപ്പം നമ്മളെപ്പോഴും കോപം വരുമ്പോൾ അടക്കണം. എനിക്ക് നല്ല ദേഷ്യം വരും ചില നേരങ്ങളിൽ. ടീച്ചർ പറയും, സ്വാമി എന്തൊരു സ്വാമിയാണ് സ്വാമി എന്തിനാണ് ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നത്? പക്ഷേ ശരിയാണ്. ടീച്ചറിന് ദേഷ്യം വരില്ല, പക്ഷേ എനിക്ക് കോപം വരും, ദേഷ്യം വരും. അത് ശരിയല്ല. അപ്പം ഞാൻ ടീച്ചറിൻ്റെ തമാശയായിട്ട് പറയും, നമ്മളെ നായന്മാർക്ക് ഇത്തിരി കോപം കൂടുതലാണ്. എന്ത് ചെയ്യാനാണ്? കോപം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ അത് മാറ്റാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്തു പോകുന്ന നമ്മളിതെങ്ങനെയാണ് നമുക്കിത് അടക്കാൻ കഴിയുന്നത്? അതൊന്നും അടക്കാൻ കഴിയില്ല. പക്ഷേ കോപം കോശങ്ങളെ നശിപ്പിക്കുമെന്ന് ഞാൻ എൻ്റെ ആത്മകഥയായ കപടസന്യാസി ഒരു ആത്മകഥയിൽ എഴുതി. കോപം കോശങ്ങളെ നശിപ്പിക്കും. ഒരിക്കലും കോപം നല്ലതല്ല. കോപത്തെ അടക്കാൻ കഴിയണം. കോപത്തെ അടക്കാൻ കഴിയുന്നവനാണ് ഈ ലോകത്തെ ജയിക്കുന്നവൻ. എത്ര വലിയ കോപവും ദേഷ്യവും വന്നാലും അതിനെ ഉള്ളിലടക്കിക്കൊണ്ട് ജ്വലിക്കുന്നതിന് പകരം ആ ജ്വലനത്തെ ശാന്തമായ രൂപത്തിൽ പുഞ്ചിരിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നീ ലോകത്തെ ജയിച്ചു എന്നുള്ളതാണ് അർത്ഥം. ഈ ലോകത്തിൻ്റെ ഏത് ദുഷ്ടശക്തികളുടെ മുമ്പിൽ നിനക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം.
ഇതൊക്കെ ഞാൻ പറയുന്നത് ഉള്ളതാണ്. ഞാൻ എൻ്റെ കാര്യം കൂടെ ചേർത്ത് പറയുന്നത്, നമ്മൾ ഇതിലെല്ലാം ഇൻക്ലൂഡഡാണ്. ഞാൻ ഈ പറയുന്ന എല്ലാ സംഭവ കഥകളിലും ഞാനും കൂടെ ചേർന്നുള്ളതാണ്. ഞാൻ ഒന്നിൽ നിന്നും വ്യത്യസ്തനല്ല. ദേഷ്യമുണ്ട്, കോപമുണ്ട്, സങ്കടമുണ്ട്, എല്ലാ മനുഷ്യൻ്റെ വികാരങ്ങളിലും അടിമപ്പെട്ടു പോകുന്ന ഒരാളുടെ കഥയായി അനുഭവങ്ങളായിട്ട് ഞാനിത് പറയുമ്പോൾ എനിക്കതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല. അല്ലോ ദൈവമേ എന്ന് ഞാൻ നമ്മളോട് പറയുമ്പോൾ, എൻ്റെ DNA പ്രേക്ഷകരോട് പറയുമ്പോൾ, നമ്മളൊന്ന് സ്വയം ആലോചിച്ച് നോക്കൂ അല്ലേ. നമ്മൾ ചുമ്മാ ഒരു ഉറുമ്പ് വരി ഇങ്ങനെ പോയിരിക്കും, ചോനൻ ഉറുമ്പെന്ന് പറയും. ഒരാളുടെ കാലിൽ ഭയങ്കര തരിപ്പ്, വെറുതെ തരിപ്പ്, ഒരു ഡോക്ടർമാരെ ചെക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല, പിന്നെ ബ്ലഡ് പരിശോധിച്ച പ്രശ്നമില്ല, പക്ഷേ കാല് ഭയങ്കര തരിപ്പാണ്. ഉറുമ്പ് കടിക്കുന്ന പോലെ തോന്നുക കിടന്നുറങ്ങുമ്പം. ഞെട്ടി ഉണർന്ന് ഉറുമ്പ് കിടക്കരെ നോക്കുമ്പോൾ ഒരു ഉറുമ്പുമില്ല. എന്താണ്? വെറുതെ പോയ ഒരു ചോനൻ ഉറുമ്പുകളെന്ന് പറയും. അത് ആർക്കും ഒരു ശല്യമില്ല. ഒരു സൈഡിൽ കൂടെ പോയിരുന്നു, പുള്ളിക്ക് രസം തോന്നി. ഈ അറ്റം മുതൽ ആ അറ്റം വരെ കാലുകൊണ്ട് ഇങ്ങനെ അതിനെ എല്ലാത്തിനെയും അങ്ങ് ചവിട്ടി അരച്ച് കളഞ്ഞു. ഉറുമ്പ് കടിക്കുകയാണ്. പരിഹാരമുണ്ടോ? ഉറുമ്പ് കടിക്കുകയാണെന്നങ്ങ് തോന്നുവാണ്, പക്ഷെ ഉറുമ്പില്ല. അവിടെ എങ്ങും ഉറുമ്പില്ല. ഭാര്യ മാനസികാരോഗ്യ ആശുപത്രി കൊണ്ടുപോയി. ഇദ്ദേഹത്തിന് ഉറുമ്പ് കടിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ അപ്പം ഉറുമ്പിന് കടിക്കാനുള്ള സകല പൊടികളും ഒക്കെ മാറ്റി എല്ലാം ചെയ്തിട്ടും ഉറുമ്പ് കടികളിൽ നിന്ന് ലക്ഷണമില്ല. പുള്ളി ചാടി എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് ഉറുമ്പ് കടിച്ചു എന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ള ഒരു സത്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. നമ്മളൊന്നിനെയും കൊല്ലാൻ നിൽക്കേണ്ട, ഒന്നിനെയോടും പകയോടെ നിൽക്കേണ്ട, അസ്വസ്ഥതകളുണ്ടാകാത്ത തരത്തിലുള്ള ജീവിതം തിരഞ്ഞെടുത്തുകൊണ്ട് സന്തോഷകരമായൊരു ജീവിതത്തിലൂടെ മുമ്പിലോട്ട് പോകണം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കഥകൾ ഞാൻ പറഞ്ഞുള്ളത്. ആയില്യം കഴിഞ്ഞാൽ മകം നക്ഷത്രമാണ്. മകം നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം മകൻ പിറന്ന മങ്ക സ്ത്രീകൾക്ക് നല്ലതാണ്, പക്ഷേ സ്ത്രീകൾക്ക് ദോഷകാലമാണ്. ദോഷം മാത്രമേ സ്വാമി പറയുള്ളൂ എന്ന് എൻ്റെ അടുത്ത് ഇന്ന് വന്നവർ പലരും ചോദിച്ചു, ഇന്നലെയും ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൂർവ്വജന്മാർജിതമായി വന്നു ചേർന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നല്ല കാര്യങ്ങളെ, നല്ല കാലങ്ങളെ നമ്മളിപ്പോൾ ഒരു വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോകാം, പക്ഷേ പൂർവ്വജന്മം നമ്മളെ ഇങ്ങോട്ട് തിരിച്ചു വിടും. അവിടെ ആയിരിക്കും നമ്മളെ റോഡ് ബ്ലോക്കായി പോകുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യണം. ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് മകം നക്ഷത്രത്തിന്. അത് ഈ കർക്കിടക മാസം കഴിയുന്നതുവരെ എല്ലാ കാര്യങ്ങളും 2 വട്ടം ചിന്തിക്കുക. പ്രമേഹമുള്ളവർ പ്രമേഹത്തിന് സൂക്ഷിക്കുക. സൂക്ഷിച്ചേ പറ്റുള്ളൂ. തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർ മകം നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം. തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർ, അലർജി ഉള്ളവർ ശ്രദ്ധിക്കണം. മകം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ കർക്കിടക മാസത്തിൽ കുറച്ച് ദോഷങ്ങളുണ്ടാകുന്ന കാലഘട്ടമുണ്ട്. ബാക്കിയുള്ള ഒരുപാട് നല്ല ഗുണങ്ങളൊക്കെ വരുവാണെങ്കിലും ആരോഗ്യം മോശമാണ്. ധനപരമായ കാര്യത്തിലൊക്കെ ഉയർച്ച ഉണ്ടാവുമെങ്കിലും കയ്യിൽ വരുന്ന പണം 4 വിധമായി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് സ്വാമി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. DNA പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പണം നഷ്ടപ്പെട്ട് വരാതെ, നലം നഷ്ടപ്പെട്ടു പോകാതെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2 ദിവസം ഞാൻ കാണൂല, എഴുത്തിലാണ്. എഴുത്ത് മുടങ്ങിയിരിക്കുകയാണ്. 4-5 പുസ്തകങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എഴുത്ത് കഴിഞ്ഞ് വീണ്ടും തിങ്കളാഴ്ച കാണാം. അതുവരെ നന്ദി, നമസ്കാരം.